അതായത് കുഞ്ഞ് ഒരു പൗരബോധമുള്ള ഒരു കുഞ്ഞായിട്ട് വേണം നമുക്ക് പുറത്ത് വരാൻ. അതാദ്യം പുറത്ത് വരട്ടെ. ഇല്ല, അതിന് നമ്മൾ പൊതുവിജ്ഞാനം, പൊതു കാര്യങ്ങൾ കേൾപ്പിക്കണം. ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ പ്രസംഗങ്ങൾ ഇങ്ങനെ പറയും, അത് കുഞ്ഞ് കേൾക്കണം. പ്രസംഗം അത് കേട്ട് വരുമ്പോഴേക്കും കുഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തിനും ഏതിനും പ്രതികരിക്കാൻ പ്രതികരണ ശേഷിയുള്ള ഒരു പുതിയ തലമുറയിലെ ഒരു മെയിൻ ആളായിട്ട് അവൻ വരും. ഡാഡി ഇതൊക്കെ പറഞ്ഞ ശരി, പക്ഷെ ഇത് ആരെടുത്താണ് ഈ പറയണത്? അമ്മേരെ വയറ്റിലായി പോയില്ല. അമ്മയ്ക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. ആരെങ്കിലും വിളിക്കണം, കുറ്റം പറയണം, വിളിക്കണം, കുറ്റം, ഇത് തന്നെ. അങ്ങനെയൊന്നും പറയില്ല. അതിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇനി മുതൽ ഇന്ന് തുടങ്ങാൻ പോകണം നമ്മൾ. ഇന്ന് മുതൽ പ്രസംഗവും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. മസ്റ്റ് 1 മണിക്കൂർ പ്രസംഗം, പാട്ട്. ഈ വീട്ടിലെ പണി അപ്പനും മോളും കൂടി അങ്ങ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള നീ അത് ഇച്ചിരി കുറച്ച് കഴിച്ചാൽ മതി. പ്രസംഗം നമുക്കൊന്ന് ഒരു സാമ്പിൾ. എല്ലാവർക്കും നമസ്കാരം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് ഇവിടെ വേണ്ടത് സമത്വമാണ്. സമത്വം എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഉള്ളവൻ്റെ നിന്നും ഇല്ലാത്തവന് നമ്മൾ വക കണ്ടെത്തി കൊടുക്കുക. അതായത് ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിച്ചാൽ. മിണ്ടായിരുന്ന നിർത്തിക്കാണ്. ഈ പ്രസംഗം കേട്ട് ബക്കറ്റ് വിരിന് ഇറങ്ങും കൊച്ചു ജനിച്ചോറെ. അങ്ങനെ ഡാഡിയുടെ പ്രസംഗം വേണ്ട, അതിൽ കുറഞ്ഞുള്ള ഇത് മതി. പാട്ട് മസ്റ്റ്. ഓക്കെ, അതിന് ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. കേട്ടല്ലോ, എല്ലാ ദിവസവും 1 മണിക്കൂർ വന്നോണം. ദേഷ്യപ്പെടുപ്പിക്കില്ല. ഇത് നീ പറയണത് കേട്ടാണ് നീ എവിടെയും വയറ്റിട്ടോണ്ട് ബക്കറ്റ് വിരിവിനെ കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ബക്കറ്റ് വിരിവിന് പോയതുകൊണ്ടല്ല, കുറച്ചു നേരം മുമ്പ് വരെ അവള് പറയണ എല്ലാം ശരിയാന്ന് പറഞ്ഞിട്ട് എന്നാലും എന്തോ എന്നാലും മിണ്ടായിരിക്കും അവിടെ.